അങ്ങനെ ആഫ്റ്റർ 20 അറ്റംപ്റ്റ്സ് ഇന്ത്യ ഒരു ടോസ് വിജയിച്ചു ഗൈസ്. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഒരു നല്ല ന്യൂസോടെയാണ് തേർഡ് ഓടി ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. ടോസ് കിട്ടിയപ്പോൾ തന്നെ ഏകദേശം ഒരു ഹാഫ് വിന്ന് ഇന്ത്യ ഏകദേശം ഉറപ്പിച്ചു. പക്ഷേ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഒരു ത്രില്ലിംഗ് മാച്ചിന് പകരം ഒരു ഇന്ത്യൻ മാസ് മൂവി കണ്ട ഒരു പ്രതീതിയായിരുന്നു തേർഡ് ഓടിയെ. എന്തൊക്കെയായാലും കുറെ നല്ല മൊമെന്റ്സ് എന്ന ഒരു മാച്ചായിരുന്നു തേർഡ് ഓടിയെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക. തുടക്കത്തിൽ തന്നെ നമ്മളെ കൂടെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിക്കുന്ന കിൻഡൻ ഡിക്കോക്കിന്റെ ഒരു സെഞ്ചുറി, 23 ഇന്നിങ്സിൽ 7 സെഞ്ചുറിയാണ് അയാൾ ഇന്ത്യക്കെതിരെ നേടിയിരുന്നത്. ഒരു സമയത്ത് എനിക്ക് ആ കൃത്യമായി ഇയർ ഓർമ്മയില്ല, 3 ഓടി കൺസിസ്റ്റന്റ് ആയിട്ട് 100 അടിച്ചൊരു കളി ഉണ്ടായിരുന്നു കിൻഡൻ ഡിക്കോക്കിന്. അന്ന് മുതൽ ആ കിൻഡൻ ഡിക്കോക്കിന്റെ ഫാൻ ആയതാണ് ഞാൻ. അതുപോലെ ഇന്നും ആ തേർഡ് ഓടിയിൽ അയാളുടെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കണ്ടു. എന്ത് നല്ല ഇന്നിങ്സ് ആയിരുന്നു വിത്ത് ഗുഡ് സ്ട്രൈക്ക് റേറ്റ്. പക്ഷേ മറ്റ് പ്ലേയേഴ്സ് അവരുടെ യഥാർത്ഥ പൊസിഷനിൽ ഉയരാത്തതായിരിക്കാം സൗത്ത് ആഫ്രിക്കയ്ക്ക് നല്ലൊരു സ്കോർ പടുത്തുവെത്താനുള്ള തടയായത്. പക്ഷെ നമുക്ക് എല്ലാവരും ഉണ്ട് ഒരു സംശയം, എന്തുകൊണ്ട് സെക്കൻഡ് ഓടിയിൽ ഓപ്പണർ ഇറങ്ങിയ മാർക്കത്തിനെ മാറ്റി റിയാൻ റിക്കിൾട്ടൺ? പിന്നെ അത് അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങളായിട്ട് നമ്മളധികം അന്വേഷിക്കാൻ പോകുന്നില്ല. എന്തൊക്കെയായാലും ഒരു വളരെ ബ്യൂട്ടിഫുൾ മാച്ച് ആയിരുന്നു. ജയ്സ്വാളിന്റെ ഫസ്റ്റ് 100ഉം അതുപോലെ ഇത്ര ദിവസമായിട്ടും നിറം മങ്ങി നിന്ന പ്രസീദ് കൃഷ്ണയുടെ ഒരു 4 വിക്കറ്റും കൂടാതെ നമ്മുടെ മിസ്റ്റർ ബിന്ദ്രയുടെ ഒരു 4 വിക്കറ്റും, അങ്ങനെ മൊത്തത്തിൽ ബൗളിങ്ങിൽ ഇന്ത്യ മൊത്തം കളറായി. 270 അറൗണ്ട് റണ്ണിൽ നമ്മൾ സൗത്ത് ആഫ്രിക്ക പിടിച്ചു കിട്ടായിരുന്നു. പക്ഷെ ബൗളിങ്ങിനേക്കാൾ ഒരു പിടി മനോഹരമായിരുന്നു നമ്മുടെ ബാറ്റിങ്. രോഹിത്തും ജയ്സ്വാളും കൂടി ഉണ്ടാക്കിയ പാർട്ട്ണർഷിപ്പ് എന്തൊരു ബ്യൂട്ടിയായിരുന്നു. നമുക്ക് പഴയ ആ രോഹിത്തിനെ കാണാൻ കഴിഞ്ഞു, ഒരുപാട് പുൾ ഷോട്ടൊക്കെ കളിച്ച്. എന്നാൽ രോഹിത്ത് പോയപ്പോൾ വിരാട് കോഹ്ലി വന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എത്ര അടിക്കും കോഹ്ലി എന്ന്. ഞാൻ എൻ്റെ പ്രഡിക്ഷൻ 50 അടിക്കുന്നത്. പക്ഷേ കോഹ്ലിക്ക് ആ റണ്ണില്ലാതെ പോയി. 270 പകരം ഒരു 300-350 ആണെങ്കിൽ ഒരു സെഞ്ചുറി നമുക്ക് പ്രതീക്ഷിക്കായിരുന്നു. ഇത് 60 റൺ അടിച്ച് 50 കടന്നെങ്കിലും പക്ഷെ ആ ഇന്നിങ്സിന്റെ ഒരു ക്വാളിറ്റി ഭയങ്കര വലുതായിരുന്നു. അത്രമാത്രം സ്ട്രൈക്ക് റേറ്റിലായിരുന്നു കോഹ്ലി കളിച്ചത്. നമ്മളെല്ലാവരും സൗത്ത് ആഫ്രിക്കയുടെ ഡെബാൾ ബ്രൂസ് ഒക്കെ അടിക്കുന്ന നോ ലുക്ക് ഷോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കളിയിൽ നമുക്ക് ഏറ്റവും എടുത്തു കാണിച്ച ഒരു ഷോട്ടായിരുന്നു വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് ആ നോ ലുക്ക് ഷോട്ട്. അതിന്റെ ബ്യൂട്ടി ഒരുപാട് തവണ കണ്ടിരുന്നു പോയി. അത്ര രസമായിരുന്നു ആ ഷോട്ട്. ഒരു കോഹ്ലി ഫാൻ എന്ന നിലയിൽ അതൊരു ഫാൻ മൊമെന്റ് ആയിരുന്നു. അങ്ങനെ ടെസ്റ്റ് പോയ കപ്പ് നമ്മൾ ഏകദിനത്തിലാണ് നേടി. ഇനി T20 ആണ്, അതും കൂടി സ്വന്തമാക്കിയ ശുഭം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ബുംറയുടെ ഒരു തിരിച്ചുവരവ് കാണാതിരിക്കല്ലേ, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ഗൈസ്.